أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن أحسن قولا ممن دعا إلى الله وعمل صالحا وقال إنني من المسلمين ولا تستوي الحسنة ولا السيئة ادفع بالتي هي أحسن فإذا الذي بينك وبينه عداوة كأنه ولي حميم وما يلقاها إلا الذين صبروا وما يلقاها إلا ذو حظ عظيم وإما ينزغنك من الشيطان نزغ فاستعذ بالله إنه هو السميع العليم यदा यदा हि धर्मस्य ग्लानिर्भवति भारत अप्युत्थानमधर्मस्यं तदात्मानं सृजाम्यहम् परित्राणाय साधूनां विनाशाय च दुष्कृतां धर्मसंस्थापनार्थाय संभवामि युगे युगे. വേദിയിൽ ഉപവിഷ്ടരായ മാന്യ സഹോദരന്മാരെ, സദസ്സിൽ സന്നിഹിതരായിട്ടുള്ള സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ഈ സായം സന്ധ്യയുടെ മനോഹരമായ കിരണങ്ങളേറ്റുകൊണ്ട് കടകളിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം സന്നിഹിതരായിട്ടുള്ള സത്യാന്വേഷികളായ സുഹൃത്തുക്കളെ, ലോകഭൂപടത്തിൽ കേരളമെന്ന് പറയുന്ന തലസ്ഥാനത്തിലെ വളരെ വിദൂരമായ സംസ്ഥാനത്തിന്റെ ഇങ്ങേയറ്റം മഞ്ചേശ്വരം ഉൾക്കൊള്ളുന്ന ഈ പ്രദേശം ഒരു സൂചിപ്പൊട്ടുപോലെ ലോകഭൂപടത്തിൽ രേഖപ്പെടുത്തി കിടക്കുന്ന സ്ഥലമാണ്. ആകാശത്തിന്റെ ചുവട്ടിൽ ഭൂമിക്ക് മീതെ 700 കോടി മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ ഈ എഴുന്നേറ്റ് നിന്ന വളരെ ചുരുങ്ങിയ ഈ സമയത്തിനുള്ളിൽ 100-ലധികം കൊലപാതകങ്ങൾ ഇന്ത്യയിൽ തന്നെ നടന്നിട്ടുണ്ടാവാം. അനവധി ഗർഭിണികളായ സ്ത്രീകളുടെ ഗർഭപാത്രത്തിൽ നിന്ന് പിഞ്ചു പൈതങ്ങൾ ഭൂമുഖത്തേക്ക് വന്നിട്ടുണ്ടാവാം. ഒരേ സമയത്ത് തന്നെ നന്മയും തിന്മയും ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു, ഇപ്പോഴും ഇനിയും നാളെയും ഒക്കെ. ലോകത്തിന്റെ ചരിത്രം ഏത് കാലഘട്ടത്തിലും അങ്ങനെയായിരുന്നു. അവിടെ നിന്നാണ് മതം മനുഷ്യ നന്മക്ക് എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കാണുന്നത്. നന്മയെ സംബന്ധിച്ചും തിന്മയെ സംബന്ധിച്ചുമുള്ള ചർച്ച ജന്തുലോകത്ത് നിലനിൽക്കുന്ന ഒരു പ്രതിഭാസമല്ല, മനുഷ്യലോകത്ത് മാത്രം നിലനിൽക്കുന്ന വളരെ പ്രധാനമായ ഒരു ചർച്ചയാണ് എന്താണ് നന്മ, എന്താണ് തിന്മ എന്നുള്ളത്. നന്മയെക്കുറിച്ച് പഠിപ്പിക്കുന്ന, തിന്മയെ നിരാകരിക്കുന്ന ഒരു മതം തിന്മയിൽ അധിഷ്ഠിതമാകാൻ പാടുണ്ടോ? വളരെ പ്രധാനമായ ഒരു ചോദ്യമാണ് ഞാൻ ആദ്യമായി ഈ ശ്രോതാക്കൾക്ക് വേണ്ടി ഉന്നയിച്ചിട്ടുള്ളത്. മതമാണ് ലോകത്ത് നന്മ എന്താണ് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾ എന്ത് നന്മ എന്ത് തിന്മ എന്ന് പഠിപ്പിച്ചിട്ടില്ല. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, നമ്മുടെ കേരള സംസ്ഥാനം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആചാര്യന്മാരാണ്. നിങ്ങൾ അവരോട് ചോദിക്കുക, മതം നൽകാത്ത എന്തൊരു നന്മയാണ് നിങ്ങൾ ലോകത്തിന്റെ മുമ്പിൽ വെച്ചിട്ടുള്ളത്? ലോകത്ത് നന്മ എന്ന് ഭൗതികവാദികൾ, രാഷ്ട്രീയക്കാർ വിളിക്കുന്ന ഏത് കാര്യത്തെയാണ് മതം നിരാകരിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. ഇവിടെയുള്ള ഭൗതികവാദികളും മതവാദികളും എല്ലാം വസ്ത്രം ധരിക്കും. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകൾ വസ്ത്രം ധരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു. കുരങ്ങിൽ നിന്നുണ്ടായ മനുഷ്യൻ
ആ കുരങ്ങ് ജീവിതത്തിൽ എപ്പോഴെങ്കിലും വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? ഇല്ല. ജന്തുക്കൾ ആരെങ്കിലും നഗ്നത മറയ്ക്കാൻ വസ്ത്രം ധരിച്ചിട്ടുണ്ടോ? അവർക്ക് വേണ്ടി ടെക്സ്റ്റൈൽസുകളുണ്ടോ ലോകത്ത്? ഇല്ല. ഫാക്ടറികളുണ്ടോ? ഇല്ല. യൂണിവേഴ്സിറ്റികളുണ്ടോ? ഇല്ല. ഡീംഡ് യൂണിവേഴ്സിറ്റികളുണ്ടോ? ഇല്ല. സയൻസ് കോളേജ് ഉണ്ടോ? ഇല്ല. ഏതെങ്കിലും ഒരു ഗവേഷണാലയങ്ങളുണ്ടോ? ഇല്ല. ജന്തുലോകത്ത് ഈ നിലക്കുള്ള പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എന്നാൽ അടിസ്ഥാനപരമായി നാം അറിയുക, ജന്തുക്കൾക്ക് അസൂയുണ്ടോ? ഇല്ല. വിദ്വേഷമുണ്ടോ? ഇല്ല. പകയുണ്ടോ? ഇല്ല. വൈരനിര്യാതന ബുദ്ധിയുണ്ടോ? ഇല്ല. ശത്രുതാ മനോഭാവമുണ്ടോ? ഇല്ല. നൂറ്റാണ്ടുകൾ നീണ്ടു നിൽക്കുന്ന പ്രതികാരവാഞ്ചയുണ്ടോ? ഇല്ല എന്നുള്ളതാണ് സത്യം. കാട്ടിലെ രാജാവായി ജീവിക്കുന്ന സിംഹത്തിന് വേട്ടയാടുക എന്ന സ്വഭാവമുണ്ട്. പക്ഷെ അത് വേട്ടയാടുന്നത് എന്തിനാ? ശത്രുത കൊണ്ടാ? അല്ല. തന്റെ പാർട്ടിക്കാരനല്ലാത്ത ചുവന്ന കൊടി ഉൾക്കൊണ്ട് CPM-കാരൻ എന്ന നിലയിലാണോ BJP-കാരനായ സിംഹം കമ്മ്യൂണിസ്റ്റുകാരനായ സിംഹത്തെ പിടിക്കുന്നത്? അല്ല. പച്ചക്കൊടി ഏന്തിയ ലീഗുകാരൻ സിംഹം ഉണ്ടോ ജന്തുലോകത്ത്? ഇല്ല. അങ്ങനെ ഒരു പ്രശ്നവും ജന്തുലോകത്തില്ല. കോൺഗ്രസുകാരനായ സിംഹം, BJP-കാരനായ സിംഹം, CPM-കാരനായ സിംഹം, KNM-കാരനായ കാള ഉണ്ടോ? ഇല്ല. അങ്ങനെയൊന്നും ജന്തുലോകത്തില്ല. ഏതെങ്കിലും ഒരു ജന്തു മാനിനെ പിടിക്കുന്നത് അതിന് ഭക്ഷണമായിട്ടാണ്. പക്ഷേ വയറ് നിറയെ ആഹരിച്ച ഏതെങ്കിലും ഒരു സിംഹം പിന്നീട് വേട്ടയാടുന്നത് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഇല്ല. ആഹരിക്കാൻ വേണ്ടി വേട്ടയാടുന്നു ജന്തുക്കൾ. എന്നാൽ ആഹാരമായി ഉപയോഗിക്കാതെ വേട്ടയാടുന്ന ഏകജീവി മനുഷ്യനാണ്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? മനുഷ്യൻ എന്തിനാ ആളുകളെ കൊല്ലുന്നത്? തിന്നാനാ? പട്ടിണി കൊണ്ടാ? ഒരു നാട്ടിലെ